ഇന്ന് നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ, ഒരു ഹോട്ട് ആൻഡ് സോർ സൂപ്പേ. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 100 ഗ്രാം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു ഹാഫ് ക്യാരറ്റ് കട്ട് ചെയ്തതും സവാള കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും. അതിനുശേഷം നമ്മൾ ഇതിലേക്കൊരു 3 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 20 മിനിറ്റ്സ് ഇതൊന്ന് വേകാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ചിക്കൻ ഒന്ന് വെന്ത് അതിൻ്റെ സ്റ്റോക്ക് എടുക്കാമേ. എന്നിട്ട് അതിനുശേഷം നമ്മൾ വീണ്ടും ഈ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് വഴറ്റി അതിനുശേഷം സൂപ്പിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതുണ്ട്, ബീൻസ്, പിന്നെ ക്യാരറ്റ്, പിന്നീട് നമ്മൾ ചേർക്കുന്നത് സ്വീറ്റ് കോണാണേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് പിന്നീട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഈ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് അതൊന്ന് ചൂടായി വരുന്നുണ്ടേ അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ചില്ലി സോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 1 സ്പൂൺ സോയ സോസ്, പിന്നീട് അല്പം വിനാഗിരി, പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ ഒരു 1.5 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അല്പം വെള്ളത്തിൽ കലക്കി അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ട് സൂപ്പ് ഒന്ന് തിളച്ച് വരുമ്പം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് സ്ലോലി ആഡ് ചെയ്ത് കൊടുക്കുമേ. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, ഒന്ന് ഇളക്കി കൊടുക്കണേ. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി സൂപ്പ്.